ദൈവ തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ യുദ്ധാനന്തരമായി മരണപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തികൾ മാനസിക സമ്മർദ്ദം കൊണ്ടും മനസ്സിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ അനന്തരഫലമായി മരണപ്പെടുന്നു എന്ന് ഞാൻ പറയാനിടയായത്. ചിലരത് ഒരു അതിശയോക്തി പോലെ ആണോ എന്ന് എന്നോട് ചോദിക്കുവാനിടയായത്. യുദ്ധം, പ്രകൃതി ദുരന്തം എന്നിവയേക്കാൾ കൂടുതൽ ആൾക്കാർ മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യയിലൂടെ മരണപ്പെട്ടു പോകുന്നു എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ടിട്ടുള്ളതായ കണക്ക്. ആ കണക്കും പ്രകാരം ഒരു വർഷം 8 ലക്ഷം ആൾക്കാർ ആത്മഹത്യയിലൂടെ മരണപ്പെടുന്നു എന്നാണ്. ഓരോ 40 സെക്കൻഡിലും ലോകത്തെവിടെയോ ഒരു ആത്മഹത്യ നടക്കുന്നു എന്നാണ് WHO പ്രസ്താവിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് മാനസിക സമ്മർദ്ദം തന്നെയാണ്. മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും മനസ്സിലുണ്ടാകുന്ന ഭയവും മനസ്സിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ചിന്താകുലങ്ങളും ഒക്കെ അതിൻ്റെ പിന്നിൽ കാരണങ്ങളാകും. മറ്റു ചിലർ ലഹരിയുടെ അടിമകളായി അവസാനം അവർ ഒറ്റപ്പെടുകയും അവർ ഒറ്റപ്പെടുത്തൽ അനുഭവിക്കുകയും അതിൻ്റെ പരിണിത ഫലമായി അവർ നിരാശരായി മാറുകയും ചെയ്യുന്നു. അന്തിമമായിട്ട് അവർ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ആൾക്കാർ അവർ മറ്റുള്ളവരുടെ സഹായം അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുവാനായിട്ട് എനിക്ക് ജീവിക്കുവാൻ മാർഗമില്ല, ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് അവർ പലരോടും പറയുകയും അതിൽ നിന്ന് അവർക്കൊരു സഹായം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരെ ധാരാളം നമുക്ക് അങ്ങനെയുള്ള ഒരനുഭവം ഈ ആത്മഹത്യ ചെയ്യുന്നവരിലുണ്ടാകും എന്നതാണ് WHO കണ്ടുപിടിച്ചതായ കാര്യം. ഒന്നുകിൽ അവർ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തോടോ അല്ലെങ്കിൽ സമൂഹത്തിലെ പരിപാലന സംവിധാനത്തോടോ അങ്ങനെ ഏതെങ്കിലും മറ്റ് സംഘടനകളോടോ അവരുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുകയും ആ പരിശ്രമം പോലും വിഫലമാകുമ്പോൾ അവർ നിരാശ കൊണ്ട് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു എന്നാണ് WHO പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ചുമതല സമൂഹത്തിനുണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആത്മഹത്യ എന്ന പ്രവണത അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് സംഘടന പറയുന്നത് സാമ്പത്തികമായ ശേഷി കുറഞ്ഞ രാജ്യങ്ങളിലുള്ള ആൾക്കാരിലാണ് കൂടുതൽ ഈ ആത്മഹത്യ സംഭവിക്കുന്നത് എന്നാണ് അവർ കണ്ടുപിടിച്ചത്. അത് ആത്മഹത്യ നടക്കുന്നത് കൂടുതലും 70 വയസ്സിന് കൂടുതൽ ഉള്ളവരിലാണ് ആത്മഹത്യ കൂടുതൽ കാണുന്നത്. കാരണം അവർ കൂടുതൽ ഒറ്റപ്പെടുകയും തള്ളപ്പെടുകയും അവരെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരും സഹായഹസ്തം അവരിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തപ്പോൾ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടാകുമെന്ന് ചിന്തിച്ചാണ് അവർ ആത്മഹത്യയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ പുരുഷന്മാരാണ് കൂടുതൽ
ആത്മഹത്യക്ക് തയ്യാറാകുന്നതും അവരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ വളരെ സാമ്പത്തിക ശേഷിയുള്ള സമ്പന്ന രാജ്യങ്ങളിലെ ശതമാനം വളരെ കുറവാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആത്മഹത്യയുടെ കോപ്പിയടി സ്വഭാവം കൂടി ഉണ്ടെന്നാണ് WHO പ്രസ്താവിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങളിലോ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ ആത്മഹത്യ ചെയ്തവരുടെ രീതി പിന്തുടരുന്നതിനുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു വർഷം ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പം ഇത് മനസ്സിനെ ബാധിക്കുന്ന ഒരു മാരകമായ പൈശാചിക സ്വാധീനമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിലാണ് മനുഷ്യൻ്റെ യുദ്ധം നടക്കുന്നത്. മനസ്സിലെ യുദ്ധം, മനസ്സിലാണ് ചിന്താഗതി തെറ്റായി പോവുകയും ചിന്താഗതി നേരായി വരികയൊക്കെ ചെയ്യുന്നത് മനസ്സിലാണ്. അപ്പം ചിന്താഗതി എപ്പോഴെങ്കിലും തെറ്റായി പോയാൽ ആ തെറ്റിനെ തിരുത്താൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുക, തെറ്റായ ചിന്താഗതികളെ തിരുത്താൻ ശ്രമിക്കുക, തെറ്റായ ചിന്താഗതികളെ വിട്ടുകളയാനായിട്ട് തീരുമാനിക്കുക. അതിലൂടെ യഥാർത്ഥമായ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ബൈ ബൈ.